ജാതിക്കാരൻ ഉമ്മറത്ത് കയറിയിരുന്ന ഓഹോ, അത് ശരി. അപ്പൊ അതാണ് വാസ്തവം പറഞ്ഞത്. കുഴപ്പമില്ല, മാഷ് പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുണ്യാഹം ചെയ്തോളാം. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? കുറച്ച് മന്ത്രം ചൊല്ലണം, വെള്ളം തിളച്ച് ശുദ്ധാക്കണം, അത്ര തന്നെ. മാഷ് ഇരിക്കൂ. വിവരങ്ങളൊക്കെ അറിഞ്ഞു. അന്ന് അച്ഛൻ വന്നപ്പോ മാഷിന്റെ ഓട്ടം ഗംഭീരായിരുന്നു കേട്ടോ. പോലീസ് ട്രെയിനും കൊണ്ട് പ്രയോജനം ഉണ്ടായി. ചാർജ് എടുക്കണം എന്ന് വിചാരിച്ചതല്ല, അച്ഛൻ കെട്ടിത്തൂങ്ങി ചാവൂന്ന് പറഞ്ഞു. അയ്യോ, കഷ്ടമായിപ്പോയി. അങ്ങനെ മാഷിന്റെ അഹിംസവാദം പൊളിഞ്ഞുപോയല്ലേ? ഏയ്, അങ്ങനെ പൊളിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ആരെയും തല്ലാനും കൊല്ലാനും ഒന്നുമില്ല. തൊപ്പിയും കുപ്പായും വടിയും ഒക്കെ ആയിട്ട് സ്റ്റേഷനിൽ അങ്ങനെ വെറുതെ ഇരിക്കും, അത്ര. താഴ്ന്ന് ജാതിക്കാരൻ വന്നിരിക്കണമെന്ന് പറഞ്ഞു. ഞാനാ പുതിയ സബ് ഇൻസ്പെക്ടർ SI. ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞു, പക്ഷെ ജാതി ഏതാണെന്ന് പറഞ്ഞിരുന്നില്ല. ഞാൻ ടീച്ചറോട് പറഞ്ഞതല്ലേ ഉമ്മറത്തെ കയറി ഇരിക്കുന്നില്ല എന്ന്. പഴയ ആളുകൾക്ക് ഇതൊന്നും അത്ര ഇഷ്ടാവില്ല ടീച്ചറെ. സോറി, ഞാൻ പോട്ടെ. പക്ഷേ ഞാൻ പഴയതാണെങ്കിലും അങ്ങനെ തുരുമ്പ് പിടിച്ചിട്ടില്ല. ഐറ്റം ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല, ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഐറ്റം ഉള്ളവനും ഇല്ലാത്തവനും തമ്മില. മാഷ് അല്ല, ഇൻസ്പെക്ടറും ഇരുന്നാട്ടെ. ഞാൻ മാഷിന് കുടിക്കാൻ എന്തെങ്കിലും അയ്യോ, ഒന്നും വേണ്ട. ഏയ്, ഭയപ്പെടണ്ട. ഹാർലിക്സും ബോൺവിറ്റും ഒന്നും ആയിരിക്കില്ല. തണുത്ത പച്ചവെള്ളം ഉള്ള കുടിക്കാലോ. ഇല്ലത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയെ പറ്റിയൊക്കെ ദാമോദരൻ മാഷ് പറഞ്ഞു. കേട്ടപ്പോ വല്ലാത്ത വിഷമം തോന്നി. ഏയ്, ഒരു വിഷമവുമില്ല. ഇക്കാണുന്ന ഇല്ലവും പറമ്പും ഒക്കെ പണയത്തിലാണെന്നാവും മാഷ് പറഞ്ഞത്. ഇല്ല, അത് പറഞ്ഞില്ല. ഇതൊക്കെ പണയത്തിലാ. നമ്പൂരിമാർക്ക് പറ്റാത്ത ഒരു പണി ചെയ്യാൻ നോക്കി, നടന്നില്ല. നടന്നില്ല എന്ന് വെച്ചാൽ നടത്തിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. മനസ്സിലായില്ല. പലരുടെയും നിർബന്ധം കൊണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കരുതിയും ഒരു കൊപ്രാമിലൂടെ വസ്തുക്കൾ പണയം വെച്ചിട്ടുള്ള ഒരാളായിരുന്നു. എന്തു പറ്റി? കൊപ്രാമില്ലിൽ കൊപ്ര കിട്ടാതെ കേട്ട് കാണുമല്ലോ ആ അനന്തൻ നായരെ പറ്റി. എന്നെ നശിപ്പിക്കാനായിട്ട് അയാളും തുടങ്ങി വരുമില്ല. ഉണ്ടായുസം കാണിച്ച നാട്ടിലുള്ള തേങ്ങ മുഴുവൻ മൊത്തക്കച്ചവടം നടത്തി. 3 മാസം വാതിലും തുറന്ന് വെറുത്തായിരുന്നു. പിന്നെ മെഷീനറി ഇപ്പോഴും ഉണ്ട്. തുരുമ്പെടുത്തു. കടത്തിന്റെ പലിശ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പര്യവസാനം എന്താണെന്ന് എനിക്കറിയാം. ജപ്തി. അത് കൂടൊന്നും വരാനല്ലോ. ഈ അനന്തൻ നായരെ നിലക്ക് നിർത്താൻ ആരുമില്ല ഇവിടെ. താഴ്ത്തി പറയാണെന്ന് വിചാരിക്കരുത്. നിങ്ങളെ വകുപ്പിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, പോലീസുകാര്, എല്ലാരും അനന്തൻ നായരുടെ സ്വൽപ്പടിക്ക് നിൽക്കുകയായിരുന്നു ഇതുവരെ. തൊട്ടടുത്ത് ഞങ്ങൾക്കൊരു ചെറിയ വീടുണ്ട്. അതിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഡോക്ടറെ അത് ഭീഷണി പിടിച്ച് ഇറക്കി വിട്ടു. ആ വാടക കൊണ്ട് ഞാനും കുട്ടികളും കഞ്ഞി കുടിച്ച് കഴിയരുത് എന്നായിരുന്നു ഉദ്ദേശം. ഇവിടം ജപ്തി ചെയ്താൽ ആ വീടുണ്ടാവുമല്ലോ എന്ന് കരുതിയാണ് അത് വിൽക്കാത്തത്. ആഹാ, പാലും പഞ്ചാരൊക്കെ ഉണ്ടായിരുന്നോ? ഇനി വല്ലതും ഉണ്ടായാൽ അനന്തൻ നായരെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ തമാശ പറഞ്ഞതല്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പിന്നെ വരാം. അല്പം വെള്ളം കിട്ടിയ ഗ്ലാസ് ഞാൻ തന്നെ കഴുകി വെച്ചേക്കാം. അതുകൊണ്ട് കാര്യമില്ല. താഴ്ന്ന ജാതിക്കാര് തൊടുന്ന സാധനങ്ങള് സാധാരണ എറിഞ്ഞു കൊടുക്കുക അവിടെ പതിവ്. അല്ല, അപ്പുറത്തൊരു വീടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് താഴ്ന്ന ജാതിക്കാർക്ക് വാടകയ്ക്ക് കൊടുക്കൂ. അഹിംസ കപ്പ എവിടെയായിരുന്നു? ആര്? എന്ത്? ഒറ്റക്കിരുന്ന് കിണിച്ചുകൊണ്ടിരുന്നതിന്റെ കാര്യമാണ് ചോദിച്ചത്. അല്ല, മാഷ്ടെ ഭാര്യ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എവിടെ താമസിക്കും എന്നാലോചിക്കായിരുന്നു. ഭാര്യ വരാൻ ഇനി 2 മാസം ഉണ്ടല്ലോ. എന്നാലും നേരത്തെ ഒരു വീട് കണ്ടുവയ്ക്കണമല്ലോ. അതിനാണോ വിളിച്ചത്? ഞാൻ ചിരിച്ചില്ല. ഇല്ലേ? ആ നമ്പൂരുടെ കഥകൾ ആലോചിക്കുമ്പോ വലിയ വിഷമം. അങ്ങയുടെ ഒരു വീട് ഒഴിഞ്ഞു കിടക്കാനത്രേ. ഞാൻ അവിടെ താമസിക്കുകയാണെങ്കിൽ വാടകയെന്നും പറഞ്ഞ് കുറച്ച് രൂപ സഹായിക്കാമല്ലോ. ഓഹോ, മനസ്സിലായി മനസ്സിലായി.
അപ്പൊ ട്യൂട്ടോറിയൽ വെച്ച് തന്നെ തുടങ്ങിയല്ലേ എന്തോന്ന് പ്രേമം? ഛെ, 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 ഛെ. അയ്യേ, ഒന്നാമത് അവർ ഉയർന്ന ജാതിയല്ലേ. ആര്? ദേവേന ടീച്ചറെ. അതിന് ഞാൻ ടീച്ചറിന്റെ പേര് പറഞ്ഞില്ലല്ലോ. ഇല്ലേ? പിന്നെ പ്രേമത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ മനസ്സിലിരിപ്പ് ക്ലീനായിട്ട് പിടികിട്ടി. അകത്താരുമില്ലേ? ആര്? ടീച്ചറോ? രാത്രിയില് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടായിരുന്നില്ലല്ലോ. ഛെ, ഛെ. എന്താ ഇതൊക്കെ? താഴ്ന്ന ജാതിക്കാർക്കും കഴിക്കാവുന്ന കുറച്ച് ഇഡ്ഡലി ചായ എന്നും ഉണ്ടാവില്ല കേട്ടോ. അതൊക്കില്ല. ഇത് കഴിക്കണമെങ്കിൽ എന്നും ഇത് കൊണ്ടുവന്ന് തരുമെന്ന് ഉറപ്പ് തരണം. അതെങ്ങനെ പറ്റും? താഴ്ന്ന ജാതിക്കാർ കഴിക്കുന്ന പാത്രങ്ങള് ഞങ്ങൾക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ദിവസേന പുതിയതോരോന്ന് വാങ്ങിക്കേണ്ടി വരില്ലേ? അധികം ഊരാതെ. പിന്നെ ഞാനിപ്പോ താഴ്ന്ന ജാതിക്കാരൊന്നുമല്ല. താമസം നമ്പൂരി ഗ്രഹത്തില്, സഹവാസവും ഉയർന്ന ജാതിക്കാരുമായിട്ട്. സന്ദർഭത്തിന് ചോദിച്ചൊരു പഴഞ്ചൊല്ല് പറയട്ടെ. മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. ചൂടാറുന്നതിന് മുമ്പ് കഴിച്ചോളൂ. അതെ, പിന്നെ അല്ലേ വേണ്ട, ഞാൻ പിന്നെ പറയാം. എന്താ? ഒന്നുമില്ല. എന്ത് പറ്റി? അല്ല, ഞാനത് പറഞ്ഞ ചിലപ്പോ ദേവിക്ക്, അല്ല ടീച്ചർക്ക്. വിഷമിക്കണ്ട, ദേവിന്ന് വിളിച്ചാ മതി. ടീച്ചർ വിളി വല്ലാതെ ബോറായി തുടങ്ങിയിട്ടുണ്ട്. എനിക്കും തോന്നി. ആ ദാമോദരൻ മാഷോട് ദേഷ്യവും തോന്നരുത് കേട്ടോ. എന്തിന്? മാഷ് പറയാ ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റിയത് എന്നും എപ്പോഴും ദേവിയെ കാണാൻ വേണ്ടിയാണ്. അത് പിന്നെ അത് വെറുതെ അങ്ങനെ തമാശ പറഞ്ഞതാ. അതിപ്പോ ഇവിടെ എന്നോട് പറഞ്ഞത് വെറുതെ ഒരു രസത്തിന്. ഇത്തരം കാര്യങ്ങൾ വെറുതെ ഒരു രസത്തിന് പറയാൻ പാടുണ്ടോ? മാഷക്കറിയാലോ, നിത്യവൃത്തിക്ക് തന്നെ വഴിയില്ലാതെ വിഷമിക്കുക ഞങ്ങള്. ദാമോദരൻ മാഷ് പറഞ്ഞ കാര്യം എന്നോട് പറഞ്ഞത് എന്നോട് ഇഷ്ടാണെന്ന് സൂചിപ്പിക്കാനല്ലേ? ഞാൻ വേണ്ട, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും വേണ്ട. മാഷിനൊരു നല്ല ഭാവിയുണ്ട്. എന്റെ ഭാവിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ദേവി പറഞ്ഞ ശരിയാ. എനിക്ക് ദേവിയെ ഇഷ്ടമാണെന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയാ ദാമോദരൻ മാഷ് കൂട്ടുപിടിച്ചത്. ശരിക്കും ഇഷ്ടമായിട്ട് തന്നെ അങ്ങനെ പറഞ്ഞത്. വരും വരായികളെ കുറിച്ച് ആലോചിക്കുകയും ചെയ്തു. എന്തിനാ കരയുന്നേ? നശിച്ച കുളമ്പോണ്ട ഒരു കുടുംബത്തിലെ പെണ്ണാണ് ഞാൻ. നശിച്ചിട്ടില്ലാത്ത ദേവിയുടെ മനസ്സ് മാത്രമേ എനിക്ക് വേണ്ടൂ. വെറുതെ ഒന്ന് കാണാൻ. ഞാൻ ആശുപത്രിയിൽ മരിക്കാൻ കിടന്നപ്പോ എനിക്ക് രക്തം തരാൻ തയ്യാറായ ആളല്ലേ. ഒരു നന്ദി വാക്ക് പറഞ്ഞിട്ട് പോകാന്ന് കരുതി. ഓ, അതിലൊക്കെ എന്തിരിക്കുന്നു? ബാലനെ പോലെ ഊർജ്ജസ്വലതയുള്ള ഒരു ചെറുപ്പക്കാരന്റെ ജീവന് വലിയ വിലയുണ്ട് ബാല. എന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. വലിയ കഷ്ടമായിപ്പോയി. ബാലന്റെ സ്ഥിതി കണ്ടപ്പോഴുണ്ടായ നിരാശ കൊണ്ടാവും ആ കുട്ടിയെ കടുങ്കൈ ചെയ്തത്. എന്നെ അന്ന് രാത്രി തല്ലിച്ചതച്ചത് ആരായിരിക്കുമെന്നാണ് മുതലാളിയുടെ ഊഹം. ഞാൻ പിറ്റേന്ന് തന്നെ സർക്കിളിനെ ചെന്ന് കണ്ടിരുന്നു. അന്വേഷണം നടക്കുന്നുണ്ട്. ഓ, അതങ്ങനെ ഒരുപാട് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ മുതലാളി? എന്റെ ഭാര്യയുടെ മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് എനിക്കറിയാം. എടാ ദ്രോഹി! ഹലോ, ഇൻസ്പെക്ടർ അല്ലേ? ആ, ഞാൻ അനന്തൻ നായർ. എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിൽ വരണം. ഒരു തെമ്മാടി ഇവിടെ വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. തെമ്മാടിയോ? ആക്രമിക്കാൻ വന്നു? ആ, ഹലോ, ആരാ ആരാ ആരാ? ഹലോ ഹലോ, കുഴപ്പമായോ? എന്താ സാർ? അക്രമം നടക്കുകയാണ്. എല്ലാവരും തയ്യാറായിക്കോളൂ. എന്നും സംഭവിക്കാം. അനന്തൻ നായരുടെ വീട്ടിൽ അക്രമം നടക്കുന്നു. ഓ, ഉടനെ പോകണം. നിങ്ങൾ പോയപ്പോരെ? ഇവിടെ സ്റ്റേഷനിൽ ആരുമില്ലല്ലോ. അത് മുതലാളിക്ക് ഇഷ്ടമല്ല സാർ. സാറും കൂടെ വരൂ. സാർ പോകണം. ജീപ്പുണ്ട്, ഞാൻ ഇവിടെ ഇരുന്നുള്ള. എങ്കിൽ തോക്കിൽ ലാത്തി എല്ലാം എടുത്തോളൂ. എന്താണ് സംഭവിക്കാൻ പോണെന്ന് പറയാൻ പറ്റില്ലല്ലോ.
സാർ എന്തിനാ ഭയപ്പെടുന്നത്? ആര് പറഞ്ഞു ഭയമുണ്ടെന്ന്? എന്നാലും നമ്മൾ ഒരു മുൻകരുതൽ എടുക്കണ്ടേ? പ്രിക്കോഷൻ പ്രിക്കോഷൻ. നിർത്തു നിർത്തു, അക്രമം നിർത്തു, വെടിവെക്കും വെടിവെക്കും, നിർത്തു. നോക്കാണ്, വെടിവെക്കും, നിർത്തു. നോക്കി നിൽക്കാന്നോ? അവരെ പിടിച്ചു മാറ്റൂ, മാറ്റോ. ഈ നാട്ടിലെ ഒരു പട്ടിയും ഇക്കാലം വരെ അനന്തൻ നായരുടെ മുമ്പിൽ ധിക്കാരം കാണിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. എന്ത് വേണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടില്ല ഞാൻ പോലീസിനെ വിളിപ്പിച്ചത്. പുതിയ ഇൻസ്പെക്ടർക്ക് ഞാൻ ഒരു അവസരം തന്നാണ്. ഇനി ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ മേലാൽ ആവർത്തിക്കരുത്. എടാ, നിന്നെ കൊന്നു കൊല വിളിക്കാൻ ഞാൻ അടങ്ങില്ലടാ. ഇവനെ പിടിച്ചുകൊണ്ട് പോകൂ, അടങ്ങടാ, കൊണ്ടുപോകൂ. എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ അക്രമങ്ങൾ ഉണ്ടാകരുത്. അനന്തൻ നായരുടെ വീട്ടിൽ പോയി കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് വലിയ തെറ്റായിപ്പോയി. തെറ്റും ശരിയൊന്നും സാറ് നോക്കണ്ട. മുതലെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു സഹതാപം ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. തല്ലണമെങ്കിൽ തല്ല, കോടതി കയറ്റണമെങ്കിൽ അതും ചെയ്യാം. പക്ഷെ സാർ ഒന്ന് മനസ്സിലാക്കണം, ആ അനന്തൻ നായർ ചോറ് കൊടുത്തു പോറ്റുന്ന കുറെ കൂലിപ്പട്ടികൾ എന്നെ തല്ലിച്ചതച്ച് ആശുപത്രിയിലാക്കി. ആഴ്ചകളോളം ഞാൻ ആശുപത്രിയിൽ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. സംശയകരമായ ചുറ്റുപാടുകൾ എന്റെ ഭാര്യ മരിച്ചു. ഇതൊന്നും കാണാൻ കണ്ണില്ലാത്ത പോലീസുകാരിൽ നിന്നും ന്യായമോ നീതിയോ കിട്ടുകയില്ലെന്ന് എനിക്കറിയാം. ഈ കാക്കിക്കുപ്പായത്തിനുള്ളിലെ മനസാക്ഷി മരിച്ച് മരവിച്ചു പോയിട്ടില്ലെങ്കിൽ ഈ സംഭവങ്ങളെ കുറിച്ച് വേണം സാർ ആദ്യം അന്വേഷിക്കാൻ. ഇവിടെ ഞാൻ ചാർജ് എടുത്തപ്പോ അങ്ങനെ ഒരു കേസൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ് അന്വേഷിക്കാതിരുന്നത്. അനന്തൻ നായർക്കെതിരെ ചാർജ് ഷീറ്റ് എഴുതാൻ ധൈര്യമുള്ള ഒരു പോലീസുകാരനും ഈ സ്റ്റേഷനിൽ ഇതുവരെ ചാർജ് എടുത്തിട്ടില്ല. സാർ, ലാത്തിയുടെ ചൂടറിഞ്ഞാൽ ഇവൻ പഠിക്കൂ. മരിച്ചെന്ന് കരുതിയിടത്തുനിന്നും ഉയർത്തെഴുന്നേറ്റവനാണ് ഞാൻ. ഒരു മരക്കോല് കാണിച്ചെന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ട. എന്റെ ശരീരത്തിന് അനന്തൻ നായർ എറിഞ്ഞിരുന്ന എച്ചിലിന്റെ മണമില്ല. സാറേ, ഇതിലൂടെ ഒഴുകുന്നത് ആത്മാഭിമാനത്തിന്റെ രക്തമാണ്. എന്താ പേര്? ബാലൻ. മിസ്റ്റർ ബാലൻ, അനന്തൻ നായരുടെ വീടെന്നല്ല, എവിടെ അക്രമം കാണിച്ചാലും അത് നിയമനിഷേധമാണ്.